ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അയില കൊണ്ട് ഒരു മീൻ കറി കേട്ടോ. അയില മുളകിട്ടതാണ്. അപ്പം ഇത് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 2 ദിവസം വരെയൊക്കെ കേടുകൂടാതിരിക്കും. അതേപോലെ നമുക്ക് പൊറോട്ട, ചപ്പാത്തി, പൂരി, അങ്ങനെ ചോറിലൂടെ മാത്രമല്ല ഈ പലഹാരങ്ങളിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറി കേട്ടോ. നമ്മൾ ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്റ്റൈൽ മീൻ കറി കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് അയില മീനാണ്. അപ്പോൾ ഇത് ചെറിയ സൈസ് അയില കേട്ടോ. അത് വെട്ടി വൃത്തിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കറി വെക്കാൻ വേണ്ടി എടുക്കാം. അതിന് വേണ്ടി ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അയില മാത്രമല്ല ഏത് മീൻ കൊണ്ട് നമുക്ക് ഈ രീതിയിൽ കറി വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എണ്ണയൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് 2 തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തേ കേട്ടോ. ഇതിപ്പം ഇടത്തരം വലിപ്പമുള്ള 2 തക്കാളിയാണ്. അപ്പോൾ കൂടുതൽ വലിയ മീനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള തക്കാളി എടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ കടുവും ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പച്ചമുളക് 2 ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല എരിവുള്ള പച്ചമുളക് 2 ചെറുത്. ഇപ്പം നമുക്ക് കിട്ടുന്ന നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവില്ലാത്തതാണെങ്കിൽ ഒരു 3-4 വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഈ പേസ്റ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതല്ല, നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തതാണ്. അപ്പം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ആ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ചുവന്നുള്ളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാം. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. സവാളയും അതേപോലെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കറിയാം. അപ്പം കഴിവതും ചുവന്നുള്ളി എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അതായത് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഈ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം സാധാ മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഇതിപ്പോൾ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ എരിവില്ലാത്തതാണ്. 3 ടേബിൾ സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് നല്ല എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ മീനിൻ്റെ എണ്ണവും വലിപ്പം അനുസരിച്ച് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ കുറച്ച് മീനിന് ഒരുപാട് തക്കാളി ചേർക്കുമ്പോൾ തക്കാളിയുടെ ഒരു ചവ വരും. തക്കാളിക്ക് ഒരു പച്ച ചവയുണ്ടല്ലോ, അത് വരും. അപ്പോൾ അത് അങ്ങനെ ആവാതെ അപ്പോൾ അതിനനുസരിച്ച് വേണം തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്താലേ ആ പച്ച ചവ മാറി കിട്ടത്തുള്ളൂ തക്കാളിയുടെ. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയ ശേഷം ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മീൻ വേവിച്ചെടുക്കാൻ പരുവത്തിലുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കുക. ഒരുപാടങ്ങ് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പം ഇതിന് മീൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിലേക്ക് 2 കഷ്ണം പുളിയും അതേപോലെ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളി ഞാൻ ഇട്ട് കൊടുത്തത് കുടംപുളിയാണ് കേട്ടോ. പിഴുപുളി വേണമെങ്കിൽ അത് ചിലയിടത്തൊക്കെ പിഴുപുളി ചേർക്കുന്നുണ്ട് മീൻ കറിക്ക്. അങ്ങനെ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ തക്കാളി മാത്രം പുളിക്ക് വേണ്ടി ചേർക്കുമ്പം അത് മീനിനകത്ത് പുളി പിടിക്കത്തില്ല കേട്ടോ. അതല്ലെങ്കിൽ പഴുത്തക്കാളി അല്ല പച്ചത്തക്കാളി ആയിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. പച്ചത്തക്കാളി ആണെങ്കിൽ നമ്മുടെ മീനിനകത്ത് നന്നായിട്ട് പുളി പിടിക്കും. ഇതൊരു കുറേ ടൈപ്പ് മീൻ കറി കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ മീൻ കറി ഇങ്ങനെ പറ്റി കുറുകി ഇരിക്കുന്നതാണ് ഇഷ്ടം. നമുക്ക് തൊട്ട് നക്കാൻ പറ്റുന്ന രീതിയിലാണ് മീൻ കറി ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങളുടെ രീതി അനുസരിച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും മുങ്ങിക്കിടക്കാത്തതുകൊണ്ട് കുറച്ച് അല്പം കൂടി വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കൊണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ തക്കാളി അരച്ച് ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ ചാറ് നന്നായിട്ട് കുറുകി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.